കൊൽക്കത്തയിൽ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ആശുപത്രി തകർത്ത കേസിൽ 9 പേർ അറസ്റ്റിൽ. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി CBI. സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് പിന്തുണയുമായി ബംഗാൾ ഗവർണർ ആശുപത്രിയിൽ. രാജ്യവ്യാപക ജനകീയ പ്രതിഷേധത്തിന് സാധ്യത. ഡോക്ടറുടെ കൊലപാതകത്തിൽ കേരളത്തിലും നാളെ ഡോക്ടർമാരുടെ സമരം. സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. പ്രധാനമന്ത്രി പതാക ഉയർത്തി. ഏക സിവിൽ കോഡും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പിൻനിരയിലേക്ക് ഒതുക്കി ആഘോഷം. നാടിന്റെ അതിജീവനത്തിന് ഊർജം പകരുന്നതാകണം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെന്ന് മുഖ്യമന്ത്രി. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചാരണത്തിന് പിന്നിൽ ഇടതുപക്ഷമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം. വ്യക്തമായ തെളിവുകളുണ്ടെന്ന് കെ സുധാകരൻ. മതസ്പർദ്ധ വളർത്തുന്ന പ്രചാരണം ഇടതുപക്ഷത്തിന്റെ രീതിയല്ല എന്ന് ബിനോയ് വിശ്വം. സ്ക്രീൻഷോട്ടിൽ ക്രിമിനൽ നടപടി വേണമെന്ന് കെ സുരേന്ദ്രൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുന്നു. 4 ലക്ഷം രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തി അഗ്നിരക്ഷാസേന. ബെയിലി പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തികളും പുരോഗമിക്കുന്നു. അഞ്ച് ദിവസം നനഞ്ഞു കുതിരും. സംസ്ഥാനത്ത് മഴ കനക്കും. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ പ്രഖ്യാപിക്കും. ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജിനും കണ്ണൂർ സ്ക്വാഡ് കാതൽ വേഷങ്ങളിലൂടെ മമ്മൂട്ടിക്കും പുരസ്കാര സാധ്യത. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശനിയാഴ്ച പുറത്തുവിടും.